No vehicle. Hold on. Is the person cleared? 2025 റോയൽ എൻഫീൽഡ് ഹിമാലയൻ സ്പിരിറ്റ് ഇവൻറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഹിമാലയൻ സ്പിരിറ്റ് ഇവൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാലയൻ ഓണേഴ്സിന് വേണ്ടി മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് ഓഫ് റോഡ് ട്രെയിനിങ്ങും സ്കിൽ ഡെവലപ്മെൻറ്റുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഡ്വഞ്ചർ മോട്ടോർ സൈക്ലിംഗ് നടത്തുന്ന സമയത്ത്, പ്രത്യേകിച്ച് ലേ ലഡാക്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ ടൂറിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഒബ്സ്റ്റാക്കിൾസ് ഫേസ് ചെയ്യേണ്ടി വരും. റോഡില്ലാത്ത സ്ഥലങ്ങളുണ്ടാകും, വാട്ടർ വേഡിങ് ഉണ്ടാകും, പാറക്കല്ലുകളും അങ്ങനെയുള്ള പല രീതിക്കുള്ള വഴികളിലൂടെ നമ്മൾ തടസ്സങ്ങൾ നേരിടേണ്ടി വരും. അതൊക്കെ ഒരു ചാലഞ്ച് ആയിരിക്കും തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് നമ്മളുടെ മൈൻഡ് സെറ്റ്, കോൺഫിഡൻസ് ലെവൽ കുറയുന്ന ഒരു സാഹചര്യം വരുമ്പോൾ എങ്ങനെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇതിനെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ള വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് സെഷനായിരുന്നു. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പല രീതിക്കുള്ള ഓഫ് റോഡ് സെറ്റപ്പുകൾ അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസ് അവർ സെറ്റപ്പ് ചെയ്തിരുന്നു ബിഗ് റോക്ക് ഡർട്ട് പാർക്കിൽ. ലേ ലഡാക്ക് പോലെയുള്ള സ്ഥലങ്ങളിലൂടെ ടൂറിംഗ് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് വളരെ കോൺഫിഡൻസ് അതിനു മുമ്പ് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഈവൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ മൈൻഡ് സെറ്റും ഫോക്കസ് ചെയ്ത്, അതുപോലെ തന്നെ വളരെ എക്സ്പെർട്ടുകളായിട്ടുള്ള ആൾക്കാർ നമുക്ക് പ്രത്യേകിച്ച് ഗൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഇവൻറ്റ് നടത്തിയത്. പിന്നെ ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഫീസ് അവർ വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1500 രൂപയ്ക്കുള്ളിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് വളരെ വർത്തായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം 10,000 പൈസ മുടക്കി നമ്മളൊരു ലേ ലഡാക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും 1500 രൂപ നമ്മുടെ ലൈഫ് സേവിങ് എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ വളരെ വർത്തായിട്ടുള്ള ഒരു കാര്യമാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് ഇനി ഓഫ് റോഡ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് എനിക്ക് എന്തായാലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് എൻജോയ് ചെയ്ത ഒരു ഇവൻ്റ് ആയിരുന്നു റോയൽ എൻഫീൽഡ് ഹിമാലയൻ സ്പിരിറ്റ് 2025. നെക്സ്റ്റ് ടൈം നിങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട.